സുരേന്ദ്രനെ ഒരു ടീമൂടെ തുടരുകയാണ് എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു ദുരന്തമായിരിക്കും. ദുരന്ത പര്യവസായ ഒരു കഥയായിട്ട് തന്നെ തീരും. അതായത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേണിനെക്കുറിച്ചും ഒക്കെ കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് രണ്ടാമതൊരു ടീം സുരേന്ദ്രന് കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ സുരേന്ദ്രന് കൊടുക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ഏതെങ്കിലും ഗോസായി നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് കൊടുക്കാം എന്നുള്ളതല്ലാതെ വീണ്ടും സുരേന്ദ്രനാണ് തുടരുന്നതെങ്കിൽ അന്വേഷിച്ച് സംശയിക്കേണ്ട, BJPയെ കാത്തിരിക്കുന്നത് ദുരന്തം തന്നെയായിരിക്കും. ശോഭാ സുരേന്ദ്രനെ എപ്പോഴൊക്കെ തിരഞ്ഞെടുപ്പിന് നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന അപൂർവം BJP നേതാക്കന്മാരിൽ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് അവർ കൃത്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൃത്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സ്ഥലത്ത് പോലും അവർ ഭയങ്കരമായി മുന്നേറുന്നു. ക്രൗഡ് പുള്ളറാണ്, ആൾക്കാരെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു സംസ്ഥാന പ്രസിഡന്റിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു പാർട്ടി മെഷീനറിയെ മുഴുവൻ ഒരുമിച്ച് നയിക്കുക, അതോടൊപ്പം തന്നെ ഫണ്ട് മൊബിലൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡൈനാമിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത്തരം കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ അവർ കേപ്പബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? ഇവിടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ എന്ത് കഴിഞ്ഞു? പാർട്ടിയെ നാനാവിധമാക്കി കഴിഞ്ഞു. ആരനീതി കാണിച്ചാലും അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം, അതാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നത്.